ഹായ് കൂട്ടുകാരെ, ഞാൻ ഗുരുവായൂരിലേക്ക് പോകുന്നു. പുലർച്ചെ ഗുരുവായൂരെത്തി. അങ്ങനെ ഗുരുവായൂരിൻ്റെ വീഥികളിലൂടെ നടന്നു പോകുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നടന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്കത് 1/2 കിലോമീറ്റർ പോലും ഇല്ല പോവാൻ. അത്ര വളരെ കുറഞ്ഞ ദൂരം. അതുകൊണ്ട് വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ഓരോ കടകളിലുള്ള തുണികളും വിഗ്രഹങ്ങളും എല്ലാം കണ്ടു. അങ്ങനെ അവിടെ കടയിൽ കയറി വിലയൊക്കെ ചോദിച്ചു. രാജസ്ഥാൻകാരാണ്, അവർക്ക് ഭയങ്കര വിലയാണ്. തമിഴന്മാരും രാജസ്ഥാൻകാരും ഇവർ രണ്ട് കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെയാണ് ഗുരുവായൂരിലെ ഇപ്പോഴത്തെ കച്ചവടക്കാർ. മലയാളികളുടെ കടയൊന്നുമില്ല. നമ്മുടെ മലയാളികൾക്ക് ഇതെന്തു പറ്റി കച്ചവടം നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. കുറേ കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ തുണിക്കട, അവിടെ നല്ല പലതരം വെറൈറ്റി ഡിസൈൻസുകളാണ് കേട്ടോ ഗുരുവായൂരിലുള്ള കടകളിൽ. അതുകൊണ്ടായിരിക്കാം നമ്മൾ മലയാളികൾ അവിടെ നിന്ന് ഒരു പുടവയെങ്കിലും എടുത്തിട്ട് വരുന്നത്. പിന്നെ ഇതാ ഇളനീര്, എല്ലാം തമിഴ്നാടാണ്. ഈ എല്ലാ കടകളിലും തമിഴാണ്, കന്നഡയാണ്. മലയാളീസ് വളരെ കുറവാണ് കടകളിലെല്ലാം. ഇതൊരു രാജസ്ഥാൻ്റെ കടയാണ്. ഇവിടെ കയറി നമ്മൾ വിളക്കെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മറ്റു കടകളിൽ ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ട്. കാണാൻ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഭംഗി കണ്ടിട്ട് കുറേ കടകളിലൊക്കെ കയറി നിന്ന് കണ്ടു. ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാണാൻ ഭംഗിയുള്ളത് കാണുമ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വീഡിയോ എടുക്കും, വീണ്ടും പോകും. അങ്ങനെ കവാടത്തിലെത്തി. ഓം നമോ നാരായണായ. പിന്നെ ഗുരുവായൂർ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ശേഷം നമ്മൾ ക്യൂ അവിടെ വരെ ഉണ്ട്. അമ്പലം ഇനിയും ഒരു 250 മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് അവിടെ 2 ക്യൂ ഉണ്ട്. അപ്പോൾ അവിടെ കയറി തൊഴുത് ഇറങ്ങാമെന്ന് വിചാരിച്ചുമാണ് അങ്ങോട്ട് കയറിയത്. പക്ഷേ അവിടെ നിന്നും കല്യാണം കഴിഞ്ഞ് അവരെല്ലാവരും ഇങ്ങോട്ട് മാറിയത് കൊണ്ട് നമുക്കവിടെ കയറാൻ പറ്റിയിട്ടില്ല. ഗുരുവായൂരിൽ തൊഴാനായിട്ടൊരിക്കൽ പോകണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സമയമെടുത്ത് അവിടെ നോക്കിയെടുത്തിട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഒരു വശത്ത് ടിക്കറ്റ് കൊടുത്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അതൊന്നും തിരക്കാനൊന്നും പോയില്ല. ഇതൊക്കെ നമ്മൾ അതിനായിട്ട് പോകുമ്പോൾ, ഒരു കല്യാണം കൂടാൻ പോകുമ്പോൾ അത് മാത്രം കൂടി വരാനേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി അവിടെ പോയപ്പോൾ. അതിനോടൊപ്പം അല്ലെങ്കിൽ കയറാൻ പറ്റണം. 5 മണിയുടെ താലികെട്ടിന് നമുക്ക് എന്തായാലും എത്താൻ പറ്റിയില്ല. 5 മണിയുടെ താലികെട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് എതിർവശത്തോട്ട് റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തൂടെ നടന്നു വന്നു. അവിടെയുള്ള കടകളിൽ കയറി. ആ കടയിൽ കയറി ഗിഫ്റ്റ് വാങ്ങിച്ചു. ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചത്. ഇതൊക്കെ അവരുടെ പെർമിഷനോടുകൂടി തന്നെ കേട്ടോ വീഡിയോയിൽ പകർത്തിയത്. അവർക്ക് വളരെ സന്തോഷം വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ ചോദിച്ചപ്പോൾ അനുവാദത്തോടെ വന്നു. പുറത്തിറങ്ങി ഗരുഡനെ കണ്ടു. അപ്പോൾ അവിടെ നിന്നു. എപ്പോഴും വിചാരിക്കും ഗരുഡൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ബൊഗെയിൻവില്ല, ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഡിസൈൻസ് ബൊഗെയിൻവില്ലയുടെ. അതുകൊണ്ട്